ഹോളിവുഡ് സ്പൈ ത്രില്ലർ സിനിമകളെ വെല്ലുന്ന ഒരു ഓപ്പറേഷൻ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കാൻ ഇസ്രയേലിന്റെ ചാര ഏജൻസികൾ ഉപയോഗിച്ചത് ആരും ചിന്തിക്കാത്ത ഒരു വഴിയായിരുന്നു. ടെഹ്റാനിലെ തെരുവുകളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ കണ്ണു തുറന്നിരുന്ന ട്രാഫിക് ക്യാമറകൾ. സ്വന്തം രാജ്യത്തെ ക്യാമറകൾ തന്നെ ഖമേനിയുടെ ജീവനെടുക്കാൻ ശത്രുക്കൾക്ക് വഴികാട്ടിയത് എങ്ങനെയെന്ന് നോക്കാം. ലണ്ടൻ ആസ്ഥാനമായുള്ള ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഖമേനിയുടെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഇസ്രയേൽ ചാരന്മാർ വർഷങ്ങളോളം എടുത്താണ് ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ ഹാക്ക് ചെയ്തത്. നഗരത്തിലെ മിക്കവാറും എല്ലാ ക്യാമറകളും അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഒപ്പം മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളിലേക്കും അവർ അദൃശ്യരായി നുഴഞ്ഞു കയറി. ഈ ക്യാമറകളിലെ ദൃശ്യങ്ങൾ വളരെ രഹസ്യമായി എൻക്രിപ്റ്റ് ചെയ്ത ഇസ്രയേൽ സെർവറുകളിലേക്ക് അയക്കുകയായിരുന്നു. ഈ ഡിജിറ്റൽ ചാരപ്പണിയിലൂടെ ലഭിച്ച ഡാറ്റ ഉപയോഗിച്ചാണ് ഖമേനിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തി ലോകത്തെ തന്നെ നടുക്കിയ ആ സ്ട്രൈക്ക് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടപ്പാക്കിയത്. അതേസമയം ഈ കൃത്യമായ ആക്രമണത്തെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് US-ഉം ഇസ്രയേലും. ഇസ്ലാമിക ഭരണകൂടം അമേരിക്കയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും 47 വർഷമായി അവർ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണമെന്ന മുദ്രാവാക്യം വിളിക്കുകയാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. ഇറാന് ഒരിക്കലും ആണവായുധം ലഭിക്കില്ല എന്ന് ഉറപ്പാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരുന്നതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. ഈ ആക്രമണം നടന്നില്ലായിരുന്നെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഇറാൻ എത്രത്തോളം വലിയ അപകടമായി മാറുമായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാണിക്കുന്നതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ ഈ ന്യായീകരണങ്ങൾക്ക് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇറാനിയൻ ഭീഷണി എന്ന് ഒന്നില്ലെന്നും ഇസ്രയേലിനു വേണ്ടി അമേരിക്ക സ്വയം ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുകയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചി പ്രതികരിച്ചു. അമേരിക്കക്കാരുടെയും ഇറാനികളുടെയും രക്തം ചെയ്യുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ അനുകൂലികൾക്കാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഗൾഫ് രാജ്യങ്ങളെയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യമിടുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ അപകടകരമായ തലങ്ങളിലേക്ക് കടക്കുകയാണ്. US സായുധ സേനയിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രഹരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് ലോകത്തെ വീണ്ടും മുൾമുനയിൽ നിർത്തുന്നു. മിസൈലുകളും ബോംബുകളും ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഡിജിറ്റൽ വിവരങ്ങളും ഡാറ്റയുമാണ് ഇന്നത്തെ യുദ്ധങ്ങളിലെ യഥാർത്ഥ ആയുധങ്ങളെന്ന് ആരും ചിന്തിക്കാത്ത ഈ ചാരപ്രവൃത്തി തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.